നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയാം. പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. സീതയുടെ മോളാണെന്ന് പറഞ്ഞാലോ? എന്നിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ പറയാം. അവളെ എനിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടെന്നും അവളുടെ അച്ഛൻ എങ്ങനെയാ ഇല്ലാതായതെന്നും. മാത്രമല്ല, അഖിൽ സാറിന്റെ ഫോട്ടോ അവള് കണ്ടിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളില് ഒരല്പം വട്ടുണ്ടോന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അവള് ഫിദയുടെ മകളാണെന്നൊരു കള്ളം പറയാം. ശ്യാമ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഫിദ അനുഭവിച്ചതാണെന്ന് പറയാം. എന്നിട്ട് അത് രാധിക വിശ്വസിച്ചാലേ അവൾ ആദ്യം എന്തായിരിക്കും ഫിദയോട് ചോദിക്കാം? അത് ഏത് കുഞ്ഞായാലും അത് തന്നെയായിരിക്കും ചോദിക്കാം. എനിക്ക് എന്റെ അമ്മയുടെ മുഖം കാണണോന്ന്. അപ്പൊ എന്ത് ചെയ്യും? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്, ഈ പൊട്ടത്തരത്തിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന്. രാധിക മോളുടെ മുന്നില് ഇനി അവളുടെ അമ്മയാണെന്ന് ഒരൊറ്റൊരാൾക്കേ പറയാൻ പറ്റൂ. പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക്. അതെപ്പോഴാണോ സംഭവിക്കുക അപ്പൊ സംഭവിച്ചാ മതി. എല്ലാ നേരത്തും മോളെ തന്നെ ആലോചിച്ചിരിക്കുന്നോണ്ടാ ശ്യാമയുടെ മനസ്സ് നിറയുള്ള ചിരി എനിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നു. അവൾ എപ്പോഴും ഉള്ളിലുണ്ട്. ഞാൻ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷവും. വരുൺ, ഒന്ന് എഴുന്നേറ്റ്. എന്തിനാ? എഴുന്നേക്ക്. എന്നിട്ട് പൊന്നുമണി ഷർട്ട് മുണ്ടോന്നിട്ടെ കാണട്ടെ. എന്താ കാര്യം എന്ന് ചോദിച്ചാ അതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയണം. അതെ, ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോ എല്ലാ മറുപടികളും വ്യക്തമാണോന്ന് നിർബന്ധമൊന്നുമില്ല. ചിലത് അവ്യക്തമായിട്ടും പറയാം. ഞാൻ അമ്പലത്തിൽ പോവാ. വരുണിന്റെ പേരിൽ ഞാൻ ഒരു പൂജ നടന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് നടത്താം. വാ. താൻ ആരുടെ പേര് പൂജ നേർന്നോ, ആരുടെ പേര് പൂജ നടത്തുന്നോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തനിച്ചു പോയങ്ങ് ചെയ്താൽ മതി. എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോണ്ടേ? എടോ, തനിക്ക് ആരെ കൂട്ടി വേണമെങ്കിലും പോവാം. ആ, അല്ലെങ്കിലും തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ലല്ലോ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കൂട്ടുമ്പോ പണക്കാരെ തന്നെ കൂട്ടിയാൽ മതി. പണത്തിനോടാണല്ലോ ആർത്തി. വരുൺ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിയേ പറ്റും. പ്രിയങ്ക, ഇത് പരമ ബോറാണ് കേട്ടോ. ഓരോ ദിവസത്തിന്റെ തുടക്കത്തില് നമ്മുടെ സ്ഥാനം എന്താണെന്ന് പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടി വരിക. അതിന്റെ പേരിൽ തന്നോട് ബഹളം വെക്കേണ്ടി വരിക. ഇനി താൻ അതിന് ശ്രമിച്ച ഈ വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഓ, എന്നെ ചെന്ന് പറ. എനിക്കും പലതും പറയാനുണ്ടെന്ന് ഓർത്തോ. നിനക്ക് എന്താടി പറയാനുള്ളത്? കണിമംഗലത്തേക്ക് വന്നു കയറിയതിന്റെ വില ചോദിച്ചതോ? അത് കൃത്യമായിട്ട് എഴുതിയെടുത്തതോ? അതോ നീ ഇപ്പൊ നടത്തുന്ന ഭാര്യ നാടകോ? വരുണ്ടേ, അത് പോന്നുണ്ടതിന് മുമ്പിൽ നിന്ന്. വരുൺ, ഇത് ഇടാനാ പറഞ്ഞ. ഇടാനാണ്. ഒരക്ഷരം മിണ്ടാതെ എന്റെ മുമ്പിൽ ഇറങ്ങി പോനെ പറഞ്ഞേ. ഇറങ്ങി പോയി. എന്താ ബഹളം? ഒന്നുമില്ല അച്ഛ, അതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. ഞാൻ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചോദിക്കുന്നത്? വരണേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ.
കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തതാ അമ്മേ. വരുണിന് താല്പര്യമില്ല. വരുണിന്റെ കണക്കിന് ഒരുപാട് കുറവുകളുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ? എന്താടാ ഇത്? പ്രിയങ്ക ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചിട്ട് നീ എന്താ കൂടെ പോവാതിരുന്നത്? എങ്ങനെയാടാ ഇങ്ങനെ ഓരോ നിമിഷവും മാറുന്നേ? എന്താ നിന്റെ മനസ്സിൽ ശരിക്കും നടക്കുന്നേ? ചോദിച്ച് ഞങ്ങൾ മടുത്തല്ലോ. മോനെ, നിന്റെ പ്രവൃത്തികളെ കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കുന്നവനാ ഞാൻ. പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി, ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ കാർന്നോമാരായിട്ട് പോലും പൊറുക്കില്ല. എനിക്കത് തീരെ പറ്റില്ല. പ്രിയങ്കയോട് നിനക്ക് എന്താ വിരോധം? എന്താ കാരണം? അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛ, കണിമംഗലത്തിന് നീ യോഗ്യല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അച്ഛൻ പറഞ്ഞ ഒരു പരാതിയില്ലാതെ ഞാൻ പോയിക്കോളാം. ഈ അഭിനയം നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വരുൺ, അഹങ്കാരം കാണിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയാം. പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താ പറയുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. ആ, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എല്ലാം നിമിഷ നേരത്തിനുള്ളെന്ന്. അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും ഒക്കെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.